No, I heard people saying that this is the worst ever film produced in Malayalam. What more I should hear? മലൈക്കോട്ടെ വാലിബൻ LJP. ഇപ്പം രേഖ മേനോൻ എന്ന് പറയുന്ന ഒരു അവരുണ്ടല്ലോ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ, അവരുടെ ഒരു യൂട്യൂബ് ചാനലിൽ നമ്മുടെ LJPയുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനകത്ത് LJP കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഐ തിങ്ക് ഒരു സിനിമയിൽ ഒരു ക്രിയേറ്റീവ് സൈഡ് ഉണ്ട്, അതല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യൽ സ്ട്രീം ഉണ്ട്. ഈ രണ്ട് പോൾസിനെയും കൊണ്ടിട്ടാണ് താങ്കൾ എൻട്രി സീൻ ചെയ്യുന്നത്. കാരണം ആ ഒരു അദ്ദേഹത്തിന്റെ ആങ്കിളിന്റെ ക്ലോസപ്പും ആ കടയും അത് രണ്ടും കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഓക്കെ ഫൈൻ, ഹി ഹാസ് അറൈവ്ഡ് എന്നുള്ളത്. ഇത് ഞാൻ കണ്ടുന്ന തിയേറ്ററിലൊക്കെ ഭയങ്കര കയ്യടിയായിരുന്നു. അപ്പോൾ താങ്കളുടെ വേർഷൻ ഓഫ് ഈ പറയുന്ന മാസ് ആയിരുന്നു ഇത്? ഹൗ ഡിഡ് യു? ഉറപ്പായിട്ടും എൻ്റെ വേർഷൻ ഓഫ് മാസ് തന്നെയാണത്. പക്ഷേ ഇത് ഈ മാസിന് ഒരു സെർട്ടൺ സെറ്റ് ഓഫ് ഡെഫിനിഷൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ നെവർ ബി മെറ്റ്. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മോഹൻലാൽ എന്ന ആക്ടറെ അല്ല, ഐ എം ഇൻട്രൊഡ്യൂസിങ് മലൈക്കോട്ടെ വാലിബൻ എന്നുള്ള കഥാപാത്രത്തെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ കഥാപാത്രത്തിന് ഡിസേർവ് ചെയ്യുന്ന ഒരു എൻട്രിയാണ് നമ്മൾ കൊടുക്കുന്നത്. പുള്ളിക്കാരൻ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനാണ് അവിടെ ഒരു ഒരു എൻട്രി കൊടുത്തിരിക്കുന്നത്, അല്ലാതെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ അല്ല എന്നുള്ളതാണ്. സോ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പാളിച്ചയും അതാണ്. മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ഫാൻസിനെ, സോ പുള്ളി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നോ പ്ലാൻ ടു ഇംപ്രസ്, നോ പ്ലാൻ ടു ചേഞ്ച്, സ്റ്റിൽ അത് തന്നെ ആണെന്ന് പുള്ളി എടുത്തെടുത്ത് പിന്നെയും പറയുന്നുണ്ട്. സോ ഈ ഒരു സിനിമ ഇറങ്ങും മുൻപ് ഏറ്റവും കൂടുതൽ ഇവർ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ്റെ പേര് പറഞ്ഞാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്തത്. എന്നിട്ട് സിനിമയിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറിനെ കാണാൻ വരുന്ന, അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഫാൻസിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലോട്ട് ഈ ഒരു സിനിമ പോവുകയും അത് കാരണം ഒരുപാട് ആൾക്കാർ ഇത് നെഗറ്റീവ് പറയുകയും ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ ചെയ്യാതെ പോയതും അല്ലെങ്കിൽ പുള്ളിക്കാരന് പറ്റാതെ പോയതും അത് തന്നെയാണ്. ഫാൻസിനെ അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ കാണാൻ വന്നവരെ തൃപ്തിപ്പെടുത്താൻ, അല്ലെങ്കിൽ മോഹൻലാലിനെ വേണ്ടത്ര യൂട്ടിലൈസ് ചെയ്യാത്ത പോലെ തോന്നി. കാണാൻ മോഹൻലാൽ എന്ന് പറയുന്നത് നടൻ്റെ ഒരു ഗംഭീര സാധനം, അല്ലെങ്കിൽ ഇത് മാസ് പടമാണെന്ന് ചോദിച്ചാൽ മാസ് പടമാണ്. ഓക്കെ, കുറേ മാസ് എലമെൻ്റ് ഉണ്ട്. ഇതിനകത്ത് ക്ലാസ് പടമാണെന്ന് ചോദിച്ചാൽ ക്ലാസ് ഉണ്ട്. കംപ്ലീറ്റ് നാടകീയമായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. സോ ഒന്നെങ്കിൽ ഇത് ഭയങ്കര മാസ്സായിട്ട് ആൾക്കാരെ കാണിക്കണം, അല്ലെങ്കിൽ ഭയങ്കര ക്ലാസ് ആയിട്ട്. ഇത് രണ്ടും കൂടെ ഒരുപാട് ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞിട്ടാണ് ഇത് കാണിച്ചേക്കുന്നത്. ഭയങ്കര സ്ലോ ഫേസിൽ പോകുന്നുണ്ട്, ഭയങ്കര ഫാസ്റ്റ് ഫേസിൽ പോകുന്നുണ്ട്. സോ ആൾക്കാരെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അത് ഒരു പോയിന്റിലും അത് സംഭവം നടക്കുന്നില്ല. ആ ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും വർക്കൗട്ട് ആവുന്നില്ല. അതാണ് ഇതിനകത്ത് പറ്റിയ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ആൾക്കാർ സാറ്റിസ്ഫൈ ചെയ്യാതെ വരുമ്പോഴാണല്ലോ ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻസ് അല്ലെങ്കിൽ ഒരുപാട് വരുന്നത്. സോ മോഹൻലാൽ എന്ന് പറയുന്ന അയാളുടെ ഒരു സ്റ്റാർഡം ലിജോ ജോസ് വല്ലിശ്ശേരി എന്ന് പറയുന്ന ഡയറക്ടറിന് അത് മുതലെടുക്കാൻ പറ്റിയിട്ടില്ല. അത് നമ്മുടെ ലൂസിഫറിനകത്ത് പൃഥ്വിരാജ് നല്ല വെടിപ്പായിട്ട് മുതലാക്കിയിട്ടുണ്ട്, നല്ല രീതിയിൽ മുതലാക്കിയിട്ടുണ്ട് അയാളുടെ ഒരു സ്റ്റാർഡം. അതുപോലെ തന്നെ നേരിനകത്ത് ജീത്തു ജോസഫ് കിടില. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അഭിനയിച്ചതിൻ്റെ പേര് മാത്രമാണ് ആ ഒരു പടം ഇത്രയും ഒരു 100 കോടി ബിസിനസ്സൊക്കെ നേടിയത്. സോ അതൊക്കെ മോഹൻലാലിനെ മുതലാക്കിയ സിനിമകളാണ്. വേറെ ആരും, എനിക്ക് തോന്നുന്നു മോഹൻലാലിൻ്റെ പൊട്ടിപ്പോയ സിനിമകളാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ആ ഒരു സ്റ്റാർഡത്തിൻ്റെ ഒരു ബലം തന്നെയാണ്. പക്ഷേ നല്ലൊരു സിനിമ ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കളക്ഷൻ റെക്കോർഡൊക്കെ എത്രമാത്രം ആയിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമായിരിക്കും. ഇപ്പോൾ റാമൊക്കെ ജിത്തു ജോസഫ് ചെയ്യുന്നുണ്ട്. മോഹൻലാലിൻ്റെ ഒരു ബ്ലോക്ക് ബസ്റ്ററൊക്കെ വന്നു കഴിഞ്ഞാൽ അത് റെക്കോർഡ് കളക്ഷൻ ആയിരിക്കും. സോ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ഇദ്ദേഹത്തിന് മുതലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പറ്റിയ ഏറ്റവും വലിയ ഒരു പോരായ്മയായിട്ട് എനിക്ക് സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. പിന്നെ സിനിമ ചില ആൾക്കാരുടെ മനസ്സിലുള്ള ഒരു പോസ്റ്റ്മോർട്ടം ഒരുപാട് പേര് നടത്തി. താങ്കൾക്ക് ഏറ്റവും ഹേർട്ടായിട്ടുള്ളത് എന്താണ്? വാട്ട് ഹേർട്സ് യു മോസ്റ്റ് ഇൻ ദിസ് എൻറ്റയർ ആദ്യ സിനിമ? താങ്കൾ ഇന്ത്യയിൽ ആദ്യം പറഞ്ഞ കാര്യം. I heard people saying that this is the worst ever film produced in Malayalam. What more I should hear? അത് ഞാൻ പറയുന്നത് ഇതൊരു കമൻ്റായിട്ട് വരുന്നത് കേൾക്കുന്നതല്ല, ആസ് എൻ ഒപ്പീനിയൻ, ഫോമിങ് ആൻ ഒപ്പീനിയൻ ലൈക്ക് ഓക്കെ ദിസ് ഇസ് വർസ്റ്റ് എവർ ക്രിയേറ്റഡ്. അങ്ങനല്ല, ഇതൊരു മോശം അല്ലെങ്കിൽ വെറും പട്ടിക്കൂറ പടം ആണ് എന്നൊന്നും ഞാൻ പറയില്ല. ഇതൊരു എക്സ്പീരിമെൻ്റ് സാധനമാണ്, ഫ്രാങ്ക്ലി പറയാലോ ഇതൊരു എക്സ്പീരിമെൻ്റ് സാധനമാണ്. ഈ എക്സ്പീരിമെൻ്റ് പാളിപ്പോയി. പക്ഷേ എന്ന് കരുതി ഇതൊരു കൂതറ സാധനമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് തോന്നിയിട്ട് സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. സെക്കൻഡ് പാർട്ട് ആ ഒരു രീതിയിലാണ് കൊണ്ട് നിർത്തിയേക്കുന്നത്. ഇതിൻ്റെ പോരായ്മകൾ മാറ്റി സെക്കൻഡ് പാർട്ട് ഗജഗംഭീരമാക്കാനുള്ള ഒരു സാധനം സെക്കൻഡ് പാർട്ടിൽ കൊണ്ട് നിർത്തുന്നുണ്ട്. ഗജഗംഭീരം അന്യായ സാധനമാക്കാൻ പറ്റുന്നൊരു സാധനം ഈ സെക്കൻഡ് പാർട്ടിൻ്റെ എൻഡിൽ ആ ഒരു ടൈലിൻ്റെ അവർ കൊണ്ട് നിർത്തുന്നുണ്ട്. അത് ഇതിൻ്റെ പോരായ്മ മാറ്റി അത് സെറ്റാക്കി എടുക്കാം. സോ ഇതൊരു മോശം പടമാണ് എന്ന് പറയുന്നില്ല. പിന്നെ ഓരോരുത്തരുടെ ഒപ്പീനിയൻ ആണ്. ഇപ്പോൾ കോക്കൊക്കെ ഭയങ്കര അടിച്ചാക്ഷേപിച്ചാണ് ഈ ഒരു സിനിമയെ പറഞ്ഞത്. കോക്ക് 2 എക്സ്ട്രീം എൻഡിൽ നിന്നിട്ട് റിവ്യൂ പറയുന്ന ആളാണ്. ഒന്നെങ്കിൽ ഭയങ്കര കൂതറയാണെന്ന് രീതിയിൽ പറയും, അല്ലെങ്കിൽ ഭയങ്കര കിടിലം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പുള്ളിക്ക് ഇതിൻ്റെ ഇടയ്ക്കുള്ളൊരു പരിപാടി അറിയത്തില്ല. ഇപ്പോൾ ഉണ്ണി വ്ളോഗ്സ് ആണെങ്കിലും അതുപോലെ തന്നെ കോൾമി ശസം അല്ലെങ്കിൽ ശസംബ്രോയുടെ ശസംബ്രോൻ്റെ റിവ്യൂസൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഇവരൊക്കെ ഒരു മീഡിയം ലെവലിൽ റിവ്യൂ പറഞ്ഞു പോകുന്നവരാണ്. വലിയ ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ റിവ്യൂ പറഞ്ഞു
തോന്നുന്നത്, പ്രത്യേകിച്ച് ഉണ്ണി വ്ളോഗ്. പക്ഷേ കോക്ക് അങ്ങനല്ല, അതിനകത്ത് ആക്ഷേപഹാസ്യം വരും, റോസ്റ്റിംഗ് ഉണ്ടാവും, ആ സിനിമയിലുള്ള ക്യാരക്ടറിനെ അസാസിൻ ചെയ്തുകൊണ്ടാണ് പുള്ളി ചെയ്യുന്നത്. സോ ഇതൊക്കെ ഒരു മൂവി ഇറങ്ങുമ്പം അതിൻ്റെ ഡയറക്ടറാണെങ്കിലും അതിൻ്റെ അണിയറ പ്രവർത്തകരാണെങ്കിലും അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന നടന്മാരും നടിമാരും പ്രതീക്ഷിക്കണം. ഇതൊന്നും പ്രതീക്ഷിക്കാതല്ലേ, എന്നാൽ ഏറ്റവും വേഴ്സ്റ്റായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഇരുന്ന് ഇത് എല്ലാവരും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്ന് ഇരുന്നാൽ ഉള്ള പ്രശ്നമാണ് ഈ പറ്റുന്നത്. സോ നിങ്ങൾക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. സോ ഇതിനേക്കാളും വലിയ പൊട്ടലുകൾ മലയാള സിനിമയിൽ പൊട്ടിയിട്ടുണ്ട്. ഒടിയനൊക്കെ പൊട്ടിയ പൊട്ടലെന്ന് വെച്ചാൽ അന്യായ പൊട്ടലാണ്. അതിൻ്റെ അത്രയൊന്നും ഇത് വന്നില്ലല്ലോ. സിനിമാക്കാർ കുറേ കൂടെ എന്താ പറയുക, ഈ സെൻസിറ്റീവ് ആകുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ എന്തുണ്ടാക്കിയാലും നമുക്ക് നമ്മുടെ സാധനം നല്ലതായിട്ടല്ലേ തോന്നത്തുള്ളൂ. പക്ഷേ വേറൊരു തന്നെ അത് കഴിക്കാൻ കൊടുക്കുമ്പോഴായിരിക്കും ഇതെന്തൊരു സാധനം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അവൻ പൈസ കൊടുത്താണ് ആ സാധനം മേടിക്കുന്നതെങ്കിൽ അവൻ ഉറപ്പായിട്ടും പറയും ഇത് എന്ത് മൈരടെ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന്. ഫ്രീ ആയിട്ട് കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ പറയും കുഴപ്പമില്ലളിയാ തിന്നാം എന്ന് പറയും. പക്ഷേ പൈസ കൊടുത്ത് ഒരു സാധനം മേടിച്ച് കഴിക്കുമ്പം അത് കൊള്ളില്ലെങ്കിൽ ആൾക്കാർ കൊള്ളില്ലെന്ന് തന്നെ പറയും. ഒരു തരത്തിലുള്ള ക്രിറ്റിക്സിനെയും നമ്മൾ അതിന് റിയാക്ട് ചെയ്യാറില്ല. ഐ മീൻ ഐ ഫീൽ ദാറ്റ് മീൻ ഇറ്റ് ഷുഡ് ബി ക്രിറ്റിക്. സോ ദാറ്റ് ഇസ് വൈ എ ഫിലിം ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഓഡിയൻസ്. പക്ഷേ ദിസ് ഇസ് നോട്ട് ക്രിറ്റിസിസം, ദിസ് ഇസ് സംതിങ് എൽസ്. ദിസ് ഇസ് ലൈക്ക് എന്താ പറയുക, എല്ലാവരെയും ഒരുപോലെ അതായത് മടുപ്പിക്കുക എന്ന് പറയില്ലേ, അതായത് കാണാൻ വരുന്നവരെയും ഇതുണ്ടാക്കിയ ആളുകളെയും ഇനി ഏതെങ്കിലും കാലത്ത് കാണാനിരിക്കുന്നവരെയും എല്ലാം ഈ സിനിമയിൽ നിന്ന് അകറ്റുക എന്ന് പറയുന്നത് പോലെയുള്ള ഒരു തരത്തിലുള്ള ബിഹേവിയർ. ഒരു മാന്യമായ ഭാഷയിലുള്ള ക്രിറ്റിസിസം ഒക്കെ പണ്ട് കാലങ്ങളിലായിരുന്നു. ഓക്കെ, ഇപ്പം അതിൻ്റെ ശൈലി മാറി. അതിനെ റോസ്റ്റിംഗ് എന്ന് പറയും, ട്രോളിംഗ് എന്ന് പറയും, അങ്ങനെ പല രീതിയിൽ അത് മാറി. എല്ലാം ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് ഡിറൈവായി വന്ന സാധനമാണ്. അതിൻ്റെ എല്ലാത്തിൻ്റെയും പല രൂപങ്ങളാണ്. ഇതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. സീരിയസ്ലി ഇത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ. ഇപ്പോൾ ആട് 2 ഇറങ്ങി, ആട് 1 ഇറങ്ങിയ സമയത്ത് അത് ഭയങ്കരമായിട്ട് ഫ്ലോപ്പായി പോയൊരു പടമാണ്. തിയേറ്ററിൽ ഓടിയിട്ടേ ഇല്ല. പക്ഷേ അതിൻ്റെ CD ഇറങ്ങിയപ്പോഴാണ് ആൾക്കാർ എൻ്റെ പൊന്നെ ഇത് എല്ലാ കിട്ടിലും പടപാടാ എന്ന് മനസ്സിലാക്കിയത്. അന്നേരം അവർക്ക് മനസ്സിലായി ഇതിനകത്തൊരു സ്കോപ്പ് ഉണ്ട്. ആട് 2 ഇറക്കി കഴിഞ്ഞാൽ ഓടും. ആട് 2 ഇറക്കി എന്തുവാടാ കളക്ഷൻ, എന്ത് പടമായിരുന്നത്. അത് എന്താ പറയുക, ഒന്നുമില്ല, ഒരു കാർട്ടൂൺ പോലെ കണ്ടിരിക്കുന്ന സാധനമാണ്. പക്ഷേ തിയേറ്റർ നിറഞ്ഞാടിയില്ലേ. സോ അതുപോലെ ഒരു സ്കോപ്പ് ഇതിനകത്ത് കിടപ്പുണ്ട്. ഇതിനകത്തുള്ള പോരായ്മ മാറ്റി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമ, മലയാളത്തിലെ ഏറ്റവും കളക്ഷൻ കിട്ടുന്ന ഒരു സിനിമ ആക്കാനുള്ള സ്കോപ്പ് ഇതിനകത്ത് തന്നെ ഇയാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം പറ്റിയ പോരായ്മകൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി അത് തിരുത്തുക നെക്സ്റ്റ് പാർട്ടിൽ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ എൻ്റെ പ്രേക്ഷകർക്ക് കാണാൻ പോകുന്നവരും കാണാൻ ആഗ്രഹിക്കുന്നവരായിട്ടുള്ള ആൾക്കാർക്ക് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? ലൈക്ക് ഞാൻ കുറച്ച് നേരത്തെ മുമ്പ് പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് you just come in for a cinema. There is nothing real about this cinema you can see. It is just a cinema. It is all larger than life characters, larger than life incidents, and it is the most storyline in a film, I can say. It is ഞാൻ ആളുകൾ പറയുന്നതായിട്ട് കേട്ടത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള കഥയാണെന്നൊക്കെ. എന്ത് കോംപ്ലക്സ് ആയിട്ടുള്ള കഥയെ പറ്റി അവർ പറയുന്നത്? അതെ, ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് മോസ്റ്റ് സ്റ്റോറി ലൈനാണ് നമ്മൾ പറയുന്നത്. ഞാൻ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഇത് ഭയങ്കര നെഗറ്റീവ് വന്ന സമയത്ത് മോഹൻലാലൊക്കെ ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊരു മുത്തശ്ശി കഥയാണ്, ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മുത്തശ്ശി കഥയാണ്, ആ ഒരു രീതിയിൽ പോയി കാണുക എന്നുള്ള രീതിയിൽ സിനിമ ഇറങ്ങിയതിന് ശേഷം ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. LJPയുടെ മുൻപുള്ള സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചുരുളിയാണെങ്കിലും അതുപോലെ തന്നെ മറ്റേ കാളയുടെ പരിപാടി ഉണ്ടല്ലോ, ആ സിനിമയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ആൾക്കാരെ ഇങ്ങനെ കുഴപ്പിക്കുന്ന ക്ലൈമാക്സ് ഒക്കെ ആയിരിക്കും. ചുരുളിയുടെ ക്ലൈമാക്സ് അത് ഏലിയൻ ആണോ എന്താണോ സംതിങ്, അതിനകത്ത് എന്തോ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഞാൻ തന്നെ എത്ര വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് അറിയോ, ഇതൊന്ന് ഡീകോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ കഥ എന്താണ്, ഇത് സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ കുറേ. അന്നേരം ഇയാൾ ഈ ഒരു സിമ്പിൾ കഥയാണെങ്കിൽ പോലും പ്രേക്ഷകർ ചിലപ്പം വിചാരിക്കും ഇത് സിമ്പിൾ കഥയാണ്, പക്ഷേ ഇതിനകത്ത് എന്തോ ഒരു സംഭവം പുള്ളി വെച്ചിട്ടുണ്ട്, അതെന്തോടെ നമുക്ക് കണ്ടുപിടിക്കണം. ഈ ഒരു മൈൻഡിലായിരിക്കും ആൾക്കാർ ചിലപ്പോൾ ഇരിക്കുന്നത്. സോ അത് ആൾക്കാർക്ക് ഇയാളുടെ മുന്നിലുള്ള വർക്ക് വെച്ചിട്ടാണ് ഈ സാധനത്തിനെ അളക്കുന്നത്. അന്നേരം അതാണ് ആൾക്കാർ പറയുന്നത് ഇതങ്ങോട്ട് വലിയ ഇന്നർ മീനിങ് ഉള്ള സാധനമാണ്, ഇത് പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാവത്തില്ല എന്ന് ആൾക്കാരുടെ ഉള്ളിൽ ഒരു ചിന്ത ഉണ്ടാക്കാനുള്ള കാരണം. സോ അത് വിചാരിച്ചിട്ടായിരിക്കും ഇവർ ഈ ഒരു മുത്തശ്ശി കഥയാണ് എന്നുള്ള രീതിയിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. സെർട്ടൻ ഈ ഇപ്പോൾ ക്രിറ്റിസിസത്തിൽ പറയുന്ന ഒരു കാര്യം, സഞ്ജനെ പോലെ ഒരു ട്രാൻസ് വുമൺ ഷീസ് ദെയർ ഇൻ ദ ഫിലിം, ഷീസ് പ്ലേയിങ് എ വില്ലൻ ക്യാരക്ടർ. സോ വാട്ട്, അതുകൊണ്ട് എന്താണ് കുഴപ്പം? So it is always a character. That is a very idea. It's a cinema. Somebody is playing a character and she has done a wonderful job. Excellent. Yeah. So adina appreciate it's the discussion is about why a trans woman is playing a villain.
So I don't know how to address all this. ഏറ്റവും വലിയ സ്വന്തം ഈ പറഞ്ഞതിനോട് ഞാൻ 1% പോലും യോജിക്കത്തില്ല. അങ്ങനെ ഒരു സംസാരം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഈ ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ട്രാൻസ്വുമൺ ഒരു വില്ലനായിട്ട് വന്നതിൻ്റെ ഒരു ടോക്ക് നടന്നതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവരൊരു ട്രാൻസ്വുമൺ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ഒരു കാർഡ് ഇറക്കി കളിക്കാൻ ശ്രമിക്കുന്ന പോലാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. അവർ ഒരു വില്ലനായിട്ട് ഓക്കെ, ആ ഒരു വില്ലത്തരം കാണിച്ചിട്ട് പോയി, അല്ലാതെ ആ ഒരു ക്യാരക്ടർ വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഈ ഒരു സിനിമയിൽ ഉണ്ടാക്കിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, അവർ ക്ലൈമാക്സിൽ അവർക്ക് കുറച്ച് റോൾസ് ഉണ്ട്, അതൊരു വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവർ ആ ഒരു ട്രാൻസ്ജെൻഡറായിട്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും കണ്ടത്. കാതൽ സിനിമയൊക്കെ അക്സെപ്റ്റ് ചെയ്ത മലയാളികളാണ് നമ്മൾ. അന്നേരമാണ് പുള്ളിക്കാരൻ വന്നിട്ട് ഈ മാതിരി ഡയലോഗ് അടിക്കുന്നത്. അന്നേരമാണോ ഈ കാതൽ സിനിമ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഒരു ട്രാൻസ്ജെൻഡർ വില്ലനായിട്ട് ഒന്ന് അക്സെപ്റ്റ് ചെയ്തുകൂടാ? സോ ഈ പറയുന്നത് ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. വാട്ട് നെക്സ്റ്റ്? വാലിബൻ 2 or anything else coming in? അല്ല, ഇപ്പം അങ്ങനെ ഒന്നും തീരുമാനിച്ചില്ല. ഒരുപാട് ഐഡിയാസ് നമ്മൾ എപ്പോഴും ഇറ്റ്സ് ഓൾവേസ് ഓൺ എ ഫ്ലോട്ട്. 1,000 million ideas to create. I mean, you just need to get to that. That's it. സോ വാലിബൻ 2 തീരുമാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എന്തിനായിരുന്നു പിന്നെ വാലിബൻ 2-ൻ്റെ ആ ഒരു സംഭവമൊക്കെ എഴുതി കാണിച്ചത്? നിങ്ങൾ വിചാരിച്ച് കാണത്തില്ല ഈ ഒരു പടം ഇത്രയും ഒരു വലിയൊരു നാശം ഇതിന് സംഭവിക്കുന്നു. മേ ബി അത് പ്രതീക്ഷിക്കാതായിരിക്കും അവർ ആ ഒരു വാലിബൻ 2-ലേക്കുള്ള ഒരു സംഭവമൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. ഈ സിനിമ ഇൻകംപ്ലീറ്റ് ആണ്. ആ ഒരു സെക്കൻഡ് പാർട്ട് ഇല്ലാതെ ഈ ഒരു സിനിമ ഇൻകംപ്ലീറ്റ് ആണ്. ആ ഒരു സെക്കൻഡ് പാർട്ട് എന്തോ ആയാലും വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പേഴ്സണലി എൻ്റെ ആഗ്രഹം. കാര്യം ഇതിനേക്കാളും വലിയൊരു ബ്രഹ്മാണ്ഡ സാധനമായിട്ട് അത് മാറ്റാൻ പറ്റും. ആ ഒരു രീതിയിലാണ് സാധനം എൻഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. അത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഹൾക്ക് അല്ലെങ്കിൽ ഒരു ദൈവവും ഒരു മനുഷ്യനും തമ്മിലുള്ള ഒരു ഫൈറ്റ് പോലത്തെ ഒരു സാധനമായിട്ടാണ് എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്തത്. സോ സെക്കൻഡ് പാർട്ടിൽ അങ്ങനത്തെ ഒരു ഐറ്റം അത് എന്താ പറയുക, അത് വേറെ ലെവൽ സാധനമാകും. സോ ഇപ്പം നിങ്ങൾ ഇങ്ങനെ പറയുന്നത് തീരുമാനിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് എന്തോ പറ്റി എനിക്കറിയില്ല. ഇതിൻ്റെ ഇങ്ങനത്തെ ആൾക്കാർ റെസ്പോണ്ട് ചെയ്തുകൊണ്ടായിരിക്കാം മേ ബി അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്ന് പറയുന്നത്. സോ എന്ത് പറഞ്ഞാലും സെക്കൻഡ് പാർട്ട് ഉണ്ടാവണം. അത് 1-2 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ ആ ഒരു സാധനം ആ ഒരു രീതിയിലാണ് എൻ്റെ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ശരി, നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ എന്തെങ്കിലുമൊക്കെ ചെയ്യടി. അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും കേട്ടോ. ഒന്നും ചെയ്യാതെ പോലെ. ശരിയെങ്കിൽ ടാറ്റ, ബൈ ബൈ.